ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യമേ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്ത നേർത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും അതിനൊപ്പം ഒരു 4 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/4 ടീസ്പൂണിലും താഴെയാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ആ വെള്ളത്തിലോട്ട് അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നിടം വരെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അരച്ചെടുത്താൽ മിക്സിയുടെ സൈഡിലൊന്നും പറ്റി പിടിക്കാതെ നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പം ഞാൻ അത് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത ആ വെള്ളവും ആ ബാറ്ററും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒരു തവി വെച്ചിട്ട് ഇതുപോലൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഫെർമെൻ്റ് ആകാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ സാധാരണ അപ്പത്തിനും വട്ടയപ്പത്തിനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി സമയം നമ്മളിത് ഫെർമെൻ്റ് ആക്കി എടുക്കുന്നില്ല. ഒരു 1-2 മണിക്കൂർ ഒന്ന് ഫെർമെൻ്റ് ആക്കി എടുത്താൽ മതിയാകും. ആ ഒരു പുളിരസം ഉണ്ടാകാത്ത പരുവത്തിൽ വേണം ഫെർമെൻ്റ് ആക്കി എടുക്കാനായിട്ട്. ആ സമയത്ത് ഞാൻ വേറൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ റൈസിൻസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് പാനിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇനി അതിലോട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു നേന്ത്രപ്പഴമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഴം എടുക്കാവുന്നതാണ്. ഇനി ഇതാ പഴം നെയ്യിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി വരുന്നിടം വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. പഴം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം പഞ്ചസാരയോ ശർക്കര പാനിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മധുരം വേണ്ട എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. ആ പഴത്തിൻ്റെ ഒരു മധുരം മതിയാകും. ഇനി അതിലോട്ട് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ആ ബ്ലാക്ക് റൈസിൻസ് കറുത്ത മുന്തിരി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി റൈസിൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒത്തിരി അങ്ങ് കുഴച്ചെടുക്കണ്ട. പഴമൊക്കെ ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ അതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ബാറ്റർ ഇവിടെ ഒന്ന് പുളിച്ചു വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പുളിച്ച് പൊന്തി വരേണ്ട ആവശ്യമില്ല. ആ ഒരു പുളിയുടെ ടേസ്റ്റ് ഇല്ലാത്ത പരുവത്തിൽ ഞാനൊരു 2 മണിക്കൂറാണെന്ന് പുളിപ്പിച്ചെടുത്തത്. ഇവിടെ നല്ല ഇപ്പം ചൂടായതുകൊണ്ട് എനിക്ക് 2 മണിക്കൂർ കൊണ്ട് അതൊന്ന് ഫെർമെൻ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഒരു സ്റ്റീമറിലോട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൽ നെയ്യ് തടവിയിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്നും ഒരു 3 തവി ബാറ്റർ ഞാൻ കോരി ഒഴിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ എത്ര തിക്നെസ്സിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പകുതി കനത്തിൽ വേണം അടിയിലത്തെ ഈ ലെയറൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ ഒരു ചെറിയ തിൻ ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ ആ കൂട്ട് ഇതിന് മുകളിലോട്ട് ഇതുപോലെ നമുക്ക് നിരത്തി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ പഴവും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും ഇത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്ത ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ എനിക്ക് ഒരപ്പത്തിന് കറക്റ്റ് അളവായിരുന്നു. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ച് സെറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലോട്ട് നമുക്കിതുപോലെ ബാക്കി വന്ന ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ പഴം എല്ലാം ഒന്ന് കവർ ചെയ്യാവുന്ന പരുവത്തിൽ നമുക്കിതുപോലെ മുകളിലോട്ട് ഒരു തിൻ ലെയറായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി അതിന് മുകളിലോട്ട് ഞാൻ മാറ്റി വെച്ചൊരു 4-5 റൈസിൻസ് ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഇട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്തോന്നറിയാനായിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. എനിക്കൊരു അപ്പത്തിനാണ് ഇത് കിട്ടിയത്.
അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്ത് ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ആ സൈഡൊന്ന് വിടിവിപ്പിച്ചിട്ട് നമുക്കിതുപോലെ വേറൊരു പ്ലേറ്റിലോട്ട് മറിച്ചെടുക്കാവുന്നതാണ്. നല്ല ഈസി ആയിട്ട് തന്നെ വിട്ടുവരുന്നതാണ്. ഒരു നെയ്യ് തടവി ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒഴിച്ചെടുത്താൽ ഒട്ടും പൊട്ടലൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചു വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതിൽ വട്ടയപ്പത്തിനെടുക്കുന്ന ആ മാവ് ഒത്തിരി പുളിച്ചു പോകാതെ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിന് ആ ഒരു കറക്റ്റ് ആ ഒരു പഴത്തിൻ്റെയും ആ ഒരു അപ്പത്തിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റിലുണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരപ്പമാണ്. നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ ആ ഒരു ലെയറും ഉള്ളിലുള്ള ആ മധുരമുള്ള പഴത്തിൻ്റെ ഒരു ഫില്ലിങ്ങും കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേറെയും പഴം കൊണ്ടുള്ള ഒത്തിരി റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്